ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം 41 രാധാകൃഷ്ണ മേളനം. രാധാദേവിയാൽ വിളിക്കപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു സന്ധ്യാസമയത്ത് ശീതളവും ഏകാന്തവുമായ ഒരു കദളീവനത്തിൽ ചെന്നു. വാഴയിലകളാലും ചന്ദനത്താലും അതിമനോഹരമായതും യമുനാ ജലസമ്പർക്കത്താൽ ശീതളമായ വായുവോടു കൂടിയതുമായ രാധയുടെ മേഘമന്ദിരം നിത്യവും രാധികയുടെ വിരഹവേദനയാകുന്ന അഗ്നിയാൽ ഭസ്മീകരിക്കപ്പെട്ടിരുന്നു. ശ്രീധാമാവിൻ്റെ ശാപത്താലാണ് രാധയ്ക്ക് വിരഹദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. രാധയാകട്ടെ ഭഗവാന്റെ ആഗമനവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. തൻ്റെ വനത്തിലെത്തിയ ഭഗവാനെ കണ്ട് രാധാറാണി എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ച് ഉപചാരങ്ങൾ അർപ്പിച്ചു. വിരഹകാലത്ത് രാധ ആഭരണങ്ങൾ, താമ്പൂലം, വയറു നിറച്ചുള്ള ഭക്ഷണം, മെത്ത, വിനോദങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിച്ചിരുന്നു. കൃഷ്ണൻ വന്നപ്പോൾ അവൾ പുതിയ വസ്ത്രവും മറ്റും ധരിച്ച് അണിഞ്ഞൊരുങ്ങി. കൃഷ്ണനെ കണ്ട അവൾ ഗദ്ഗദകണ്ഠയായി കുറേ പരിഭവം പറഞ്ഞു. വളരെ വിഷമത്തോടു കൂടെ, കൃഷ്ണനെ കണ്ട സന്തോഷത്തോടു കൂടെ പരിഭവങ്ങളും പരാതികളുമെല്ലാം സന്തോഷം പങ്കുവെക്കുകയായിരുന്നു രാധാകൃഷ്ണൻ്റെ അടുത്ത്. അനന്തരം രാധാറാണി വിരഹാവസ്ഥയിലെ ദുഃഖത്തെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു. ഭഗവാനാകട്ടെ സാന്ത്വന വാക്കുകളാൽ രാധാറാണിയെ സമാധാനിപ്പിച്ചു. അവർ പുരുഷനും പ്രകൃതിയും പോലെയാണെന്നും ഒരിക്കലും വേർപിരിയുകയില്ലെന്നും കുറച്ചു ദിവസങ്ങൾക്കു ശേഷം വീണ്ടും ഗോപീഗോപന്മാരോടും രാധാറാണിയോടും ചേർന്ന് ഗോകുലത്തിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്നും പറഞ്ഞു. അത് കേട്ട് പ്രസന്നയായി, സന്തോഷമായി രാധാറാണിക്ക്. ഭഗവാനെ പൂജിച്ചു രാധാറാണി. രാധാറാണിയുടെ പ്രാർത്ഥന പ്രകാരം ഭഗവാൻ രാസക്രീഡ നടത്തുവാൻ തന്നെ തീരുമാനിച്ചു. ഹേമന്തത്തിലെ ആദ്യ മാസത്തിലെ പൂർണ്ണചന്ദ്രനുദിച്ച രാത്രിയിൽ ഭഗവാൻ വൃന്ദാവനത്തിൽ വെച്ച് പണ്ടത്തെ പോലെ വേണുഗാനം ചെയ്തു. ആ ഗാനം ലോകമാകെ വ്യാപിച്ച് യമുനാ നദി, വൃന്ദാവനം, ഗോവർദ്ധനം, വ്രജഭൂമി എല്ലാം തന്നെ ദിവ്യരൂപം സ്വീകരിച്ചു. യമുനാ നദി മറ്റു നദികളാലും വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളാലും ശോഭിച്ചു. മന്ദാര ചന്ദനാദികളാൽ നിറഞ്ഞു നിന്ന ആ വനം സുഗന്ധവായുവിനാൽ വാസിതമായി. പുഷ്പിതങ്ങളായ മന്ദാരം, ചമ്പകം, കദംബം തുടങ്ങിയ വൃക്ഷങ്ങളാൽ ആ വനം അതീവ ശോഭനമായി. മാത്രമല്ല, ലതാവല്ലരികളും തുളസിച്ചെടികളും അതിൻ്റെ ശോഭയ്ക്ക് മാറ്റുകൂട്ടി. ചക്രവാകം, സാരസം, രാജഹംസം എന്നിവ യമുനാജലത്തിൽ നീന്തിത്തുടിച്ചു. കൂടാതെ മറ്റനേകം പക്ഷികളും മാൻ, മർക്കടൻ തുടങ്ങിയ മൃഗങ്ങളും ആ വനത്തിൽ വിഹരിച്ചു കൊണ്ടിരുന്നു. വെഞ്ചാമരങ്ങളാലും പുഷ്പങ്ങളാലും മറ്റ് അലങ്കാര വസ്തുക്കളാലും ശോഭിതമായിരുന്നു. ആ ഭവനത്തിൻ്റെ ചുമരുകളിൽ കണ്ണാടികൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ വേണുനാദം കേട്ട് ഭഗവാനിൽ ആകൃഷ്ടരായ ഗോപികമാരെല്ലാം ഉടനെ വൃന്ദാവനത്തിലെത്തി. രാധയോടുകൂടെ സിംഹാസനത്തിലിരിക്കുന്ന തങ്ങളുടെ മാനസേശ്വരനെ അവർ അവിടെ കണ്ട് ബോധരഹിതനായെങ്കിലും ഭഗവാന്റെ പരിചരണത്താൽ ബോധം വീണ്ടെടുത്തു. ശോഭമായ മനമായ ആ വൃന്ദാവനത്തിൽ വെച്ച് മദനമോഹനനായ ഭഗവാൻ ഗോപാംഗനമാരോടൊത്ത് വിഹരിക്കുവാൻ തുടങ്ങി. ഭഗവാൻ രാധാറാണിയോടൊത്ത് യമുനാ തീരത്തെ കമനീയമായ ഭവനത്തിൽ താമസിച്ചു. അവിടെ വെച്ച് ഗോപികമാർ അവരുടെ ലീലാവിലാസങ്ങളിൽ രാധാകൃഷ്ണന്മാരെ സന്തോഷിപ്പിച്ചു. ഭഗവാനും രാധയോടുകൂടെ ഗോവർദ്ധനത്തിൻ്റെ മടിത്തട്ടിൽ വിഹരിച്ചു. സർവാത്മനാ ശോഭിക്കുന്ന ശ്രീകൃഷ്ണനെയും രാധികയെയും സദാ ഭജിക്കണമെന്നാണ് ഗർഗമുനി പറയുന്നത്. ഇവിടെ ഗർഗമുനി അവരെ സവിസ്തരം വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാധാകൃഷ്ണന്മാരും ഗോപീഗോപന്മാരും രാസലീല നൃത്തം ചെയ്യവേ വൃക്ഷലതാദികളാൽ വ്യാപൃതമായ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണൻ മുരളീനാദം പൊഴിച്ചുകൊണ്ട് വിലസി. വേണുനാദം കേട്ട് പ്രേമവിഹ്വലരായ രാധാറാണി ഭഗവാനെ കെട്ടിപ്പുണർന്നു. അനന്തരം അവർ പുഷ്പശയ്യയിലിരുന്ന് ക്രീഡകൾ ആരംഭിച്ചു. ഭഗവാനിൽ നിന്ന് ഉദ്ദിഷ്ടസുഖം ലഭിച്ച രാധാറാണി പരമാനന്ദത്തിൻ്റെ ഉച്ചകോടിയിലെത്തി. അനന്തരം ഭഗവാൻ എത്ര ഗോപികമാരുണ്ടോ
അത്രയും രൂപം കൈക്കൊണ്ട് അവരുടെ കൂടെ വിഹരിച്ചു. ഭഗവാന്റെ പരിലാളനയാൽ അഹങ്കാരം മുത്ത ഗോപവധുക്കൾ ഭഗവാനെ നിന്ദിക്കുന്ന വിധത്തിൽ പലതും പറഞ്ഞു. അവരുടെ ആ വാക്കുകൾ കേട്ട ഭഗവാൻ രാധയോടുകൂടെ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ശ്രീകൃഷ്ണ ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ ഗോപികമാർ വളരെയധികം വിഷമത്തിലാണ്ടുപോയി. അവർ യമുനാ നദിയോടും ഗോവർദ്ധനത്തിനോടും വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും തങ്ങളുടെ കൃഷ്ണനെ കണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. വനത്തിൽ മുഴുവൻ അലഞ്ഞു നടന്നു. ഇപ്രകാരം കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് നിലവിളിച്ചുകൊണ്ടും അവർ കൃഷ്ണൻ്റെ ലീലകൾ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കവേ അവർ ഭഗവാന്റെ കാൽപ്പാടുകൾ കണ്ടെത്തി. അതിനെ തന്നെ പിന്തുടർന്നപ്പോൾ വേറൊരാളുടെ കാൽപ്പാടുകൾ കൂടെ കാണാനിടയായി. കൃഷ്ണൻ രാധയോടുകൂടി പോയതായിരിക്കുമെന്ന് അനുമാനിച്ച് അവർ അതിനെ തന്നെ ലക്ഷ്യമാക്കി നടന്ന് താലവനത്തിൽ എത്തിച്ചേർന്നു. അവരുടെ ബഹളം കേട്ട ഭഗവാൻ രാധയോട് വേഗത്തിൽ നടക്കാൻ പറഞ്ഞു. അനന്തരം പുഷ്പങ്ങൾ കൊണ്ട് അന്യോന്യം അലങ്കരിച്ച ശേഷം അവർ ഒരു പുഷ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പുഷ്പശയ്യയുണ്ടാക്കി അതിൽ വെച്ച് ക്രീഡകൾ ചെയ്തു. വീണ്ടും ഗോപികമാരുടെ കോലാഹലം കേട്ട ഭഗവാൻ രാധയോട് അവിടം വിട്ട് പോകണമെന്നും വേഗത്തിൽ നടക്കുവാൻ പറഞ്ഞപ്പോൾ രാധറാണി തനിക്ക് നടക്കാൻ വയ്യെന്നും തന്നെ എടുത്തു കൊണ്ടുപോകണമെന്നും പറഞ്ഞു. രാധറാണിക്ക് മനസ്സിൽ കൂടുതൽ ദുരഭിമാനം വളർന്നിട്ടുണ്ട്, കൃഷ്ണൻ തൻ്റേതും മാത്രമാണെന്ന്. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ രാധറാണിയോട് തൻ്റെ ചുമലിൽ കയറിക്കൊള്ളാൻ പറഞ്ഞിട്ട് രാധറാണി അതിനു ഭാവിച്ചപ്പോൾ രാധറാണിയെയും ഉപേക്ഷിച്ച് അപ്രത്യക്ഷനായി. രാധറാണിയാകട്ടെ തൻ്റെ മനസ്സിലെ ദുരഭിമാനമെല്ലാം നഷ്ടപ്പെട്ടു ഭഗവാൻ ശ്രീകൃഷ്ണൻ പോയപ്പോൾ. രാധറാണി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. രാധറാണിയുടെ രോദനം കേട്ട ഗോപികമാർ വംശീവൃക്ഷച്ചുവട്ടിൽ ദീനയായിരിക്കുന്ന രാധറാണിയെ കണ്ടിട്ട് ഗോപികമാർ ക്ഷീതോപചാരങ്ങൾ ഒരുക്കിക്കൊടുത്തു രാധറാണിക്ക്. രാധറാണിയുടെ അഭിമാനം കൊണ്ടാണ് ഭഗവാൻ വിട്ടുപോയതെന്ന് മനസ്സിലാക്കിയ ഗോപാംഗനമാർ രാധറാണിയെ സമാശ്വസിപ്പിച്ച് യമുനാ പുളിനവനത്തിൽ ചെന്ന് ഭഗവാന്റെ ഗുണഗണങ്ങളെ പുകഴ്ത്തി പാടാൻ തുടങ്ങി. രാധേ കൃഷ്ണ, ഹരേ കൃഷ്ണ.